What is a hospital housekeeping checklist? ഹോസ്പിറ്റൽ ഹൗസ്കീപ്പിംഗിനായിട്ട് ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും. അതായത് ഏതൊക്കെ ഭാഗങ്ങൾ ഏതൊക്കെ ടൈമിലാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു ചെക്ക് ലിസ്റ്റ് ഹൗസ്കീപ്പിംഗ് സ്റ്റാഫുകളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, hospital housekeeping checklist is used by hospital housekeepers to encourage a sterile environment in patient rooms and avoid the spread of hospital-acquired infections. അപ്പോൾ ഹോസ്പിറ്റൽ ഹൗസ്കീപ്പേഴ്സ് ആണ് ഇത് സൂക്ഷിക്കുന്നത് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യൻസ് റൂംസുകളും അല്ലെങ്കിൽ മറ്റു പരിസരം ഹോസ്പിറ്റൽ പരിസരങ്ങളിലൊക്കെ ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെ, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ടായിരിക്കുമല്ലോ അവർക്ക് ക്ലീനിങ് പർപ്പസുകൾ നടക്കുക. മ്യൂട്ടാണ് കേട്ടോ. The checklist has been formed to make it easier for hospital to follow hospital housekeeping standard operating procedures, such as high-touch surfaces, room zoning, and cleaning baths with safely cultural hospital housekeeping can easily. Okay. അപ്പോൾ ഈ ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് വളരെ ഈസി ആയിട്ട്, അതായത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അല്ലെ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഹൗസ് കീപ്പിംഗ് നിറവേറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ചെക്ക് ലിസ്റ്റ് പിന്തുടർന്നു കൊണ്ടാണ് ഹൗസ് കീപ്പിംഗിൽ പ്രധാനമായിട്ടുള്ള ആക്ടിവിറ്റീസുകൾ നടക്കുന്നത്. ഹോസ്പിറ്റലിൽ പ്രധാനമായിട്ട് എവിടെയൊക്കെയാണ് ക്ലീനിങ് നടക്കുന്നത്? such as high touch surface, room zoning and cleaning parts. എവിടെയൊക്കെയാണ് high touch surface? high touch surface എന്താണ്? high touch surface high touch surfaces എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിലത്തെ ഉയർന്ന പ്രതലങ്ങൾ അല്ലെ, ഏറ്റവും മുകളിലത്തെ ഉയർന്ന പ്രതലങ്ങളൊക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ, ഡസ്റ്റഡ് ആയിട്ടുള്ള ഏരിയാസുകൾ. അതുപോലെ റൂം സോണിങ്, എല്ലാ റൂംസുകൾ, പേഷ്യൻസിന്റെ റൂംസുകള്, അതേപോലെ തന്നെ എന്താണ് ആൻഡ് ക്ലീനിങ് പാർട്സ് എന്താണ്? ക്ലീനിങ് പാർട്സ് നടപ്പാതകൾ അല്ലെ, പ്രധാനമായിട്ടുള്ള നടപ്പാതകൾ അല്ലെങ്കിൽ കോറിഡോർസ്. ഇവിടേക്കാണ് പ്രധാനമായിട്ട് എന്താണ് ഈ ചെക്ക് ലിസ്റ്റുകൾ അനുസരിച്ചിട്ട് ക്ലീനിങ് പ്രോസസ്സുകൾ നടക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചെക്ക് ലിസ്റ്റ് അനുസരിച്ച് കൊണ്ട് എന്താണ് ഹോസ്പിറ്റൽ വളരെ സേഫ് ആയിട്ടും ഒരു വളരെ എന്താണ് നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ്, നല്ല രീതിയിലുള്ള ഹൗസ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ചെക്ക് ലിസ്റ്റില് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നിറവേറ്റുന്നതിലൂടെ നമുക്ക് നല്ല രീതിയിൽ എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാനും ഹോസ്പിറ്റലിൽ മറ്റൊരു തരത്തിലുള്ള ഇൻഫെക്ഷൻസിൽ നിന്നൊക്കെ എന്താണ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്നു. ഈ ചെക്ക് ലിസ്റ്റിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 3 രീതിയിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3 രീതിയിലാണ് ഇവിടെ ചെക്ക് ലിസ്റ്റ് വരുന്നത്. ഏതൊക്കെയാണ്? 3 ടൈപ്സ്. ഒന്ന്, ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂംസ്. ഫസ്റ്റ് വരുന്നത് ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂംസ്. സെക്കൻഡ് വൺ, പേഷ്യന്റ് റൂംസ് ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയേഴ്സ്. ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക് കേട്ടോ. ഡെയിലി ഹൗസ് കീപ്പിംഗ് ഫോർ അതർ ഹോസ്പിറ്റൽ ഏരിയാസ്. അപ്പൊ 4 രീതിയിലാണ് നമ്മുടെ ചെക്ക് ലിസ്റ്റ് വരുന്നത്. അപ്പൊ ആദ്യത്തെ എന്താണ്? ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂംസ് നോക്കാം. ഫസ്റ്റ് വരുന്നത് ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂംസ്. അപ്പൊ പേഷ്യന്റ് റൂമിനെ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ വ്യക്തമായിട്ട് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, വാഷ് ആൻഡ് സാനിറ്റൈസ് ഹാൻഡ്സ്, വെയർ ഡിസ്പോസബിൾ ഗ്ലൗസ്. വാഷ് ആൻഡ് സാനിറ്റൈസ് ഹാൻഡ്സ്, വെയർ ഡിസ്പോസബിൾ ഗ്ലൗസ്. അപ്പൊ നമ്മൾ റൂം ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ എന്താണ് വാഷ്, സാനിറ്റൈസ് ആൻഡ് വാഷ് ഡിസ്പോസിബിൾ ഗ്ലൗസുകൾ ധരിച്ചുകൊണ്ട് വേണം സാനിറ്റൈസ് ചെയ്ത് ഡിസ്പോസിബിൾ ഗ്ലൗസ് ധരിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പേഷ്യന്റ് റൂംസുകൾ ക്ലീൻ ചെയ്യാനായിട്ട്. പിന്നെ ലിവിംഗ് ക്ലീൻ കാർട്ട് ഇൻ ഹാൾ, സെറ്റപ്പ് എ സേഫ്റ്റി സൈൻ ഔട്ട്സൈഡ് ദ ഡോർ. ലിവിംഗ് ക്ലീനിങ് കാർട്ട് ഇൻ ഹാൾ, സെറ്റപ്പ് എ സേഫ്റ്റി സൈൻ ഔട്ട്സൈഡ് ദ ഡോർ. ഇനി നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യാറ്? നമ്മള് ഡോറിന് പുറത്തായിട്ട് നമ്മൾ എന്തെങ്കിലും സാധനം വെക്കുന്നുണ്ടല്ലോ. ക്ലീനിനകത്ത് നടക്കുന്ന സമയത്ത് ഡോറിന് പുറത്ത് എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവും.
ഒരു സൈൻ. എന്ത് സൈൻ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക? ഡോറിന് ഔട്ട്സൈഡ് ആയിട്ട് ക്ലീൻ പർപ്പസ് അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്, റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുറത്തൊരു സാധനം വെച്ചിട്ടുണ്ടായിരിക്കും. എന്താണത്? ക്ലീൻ ചെയ്യുന്ന ഒരു കാർട്ട് ഉണ്ട് അല്ലെ? ക്ലീൻ ചെയ്യുന്ന കാർട്ട് മോപ്പൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ എന്താണ്, അകത്ത് ക്ലീനിങ് പർപ്പസ് നടക്കാന്നുള്ളൊരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ടായിരിക്കും. അത് വെച്ചിട്ടായിരിക്കും അതിനകത്ത് സ്റ്റാഫുകൾ ക്ലീൻ ചെയ്യാൻ കയറുന്നത്. ഓക്കെ, കണ്ടിട്ടില്ലേ നിങ്ങൾ അങ്ങനെ? ചില ഹോസ്പിറ്റൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്, ബോർഡ് സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്, അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വെക്കുന്നത്. ഓക്കെ, പിന്നെ instantly straighten row, vacuum and reline trash cans. Instantly straighten row എന്താണ്? എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? പേഷ്യൻസിന്റെ റൂമുകൾ instantly straighten row, vacuum and reline trash cans. എന്താ ചെയ്യേണ്ടത്? ആ റൂംസ് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുക. വെക്കൻ റിലൈൻ ട്രാഷ് ക്യാൻസ്, അത് വേസ്റ്റ് ഘട്ടങ്ങൾ ക്ലീൻ ആക്കുക. അവിടെ വേസ്റ്റ് ബിൻസുകൾ വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? അത് എന്ത് ചെയ്യണം? നമ്മൾ റിലൈൻ ചെയ്യുക, അല്ലെങ്കിൽ അത് കാലിയാക്കുക. അതിനകത്ത് റൂമിനകത്ത് വേസ്റ്റ് ബിൻസുകൾ ഉണ്ടായിരിക്കും. അത് എത്രയും പെട്ടെന്ന് നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? അത് അതിലുള്ള വേസ്റ്റുകൾ റിമൂവ് ചെയ്തിട്ട് അത് കാലിയാക്കുക, വേസ്റ്റ് ഘട്ടങ്ങളെ ക്ലീൻ ആക്കുക. ഓക്കെ, വേസ്റ്റ് ഘട്ടാന്നുള്ള മീനിങ് ആണ് കേട്ടോ ട്രാഷ് ക്യാൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ്? ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ഹൈ ടച്ച് സർഫേസസ്, ഹൈ ടച്ച് ഏരിയാസ്. മുകളിലുള്ള പ്രതലങ്ങൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യേണ്ടതാണ്. ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ഹൈ ടച്ച് ഏരിയാസസ്. പിന്നെ ഡസ്റ്റ് എയർ വെന്റ്സ്, ലൈറ്റ്സ്, ടെലിവിഷൻ സെറ്റ് ആൻഡ് വിൻഡോ സിൽസ്. പിന്നെ എന്തൊക്കെ ക്ലീൻ ചെയ്യണം? ഡസ്റ്റ് എയർ വെന്റ്, വെന്റിലേഷൻസ് ആണ് എയർ വെന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. വെന്റിലേഷൻസ് ക്ലീൻ ചെയ്യുക, ലൈറ്റ്സ് ക്ലീൻ ചെയ്യുക, തുടയ്ക്കുക. അതിനൊക്കെ പൊടിപടലങ്ങൾ ഉണ്ടാവുന്ന സാധ്യതയുണ്ട്. അതുപോലെ ടെലിവിഷൻ ഉണ്ടാവും റൂംസിൽ അല്ലെ? പേഷ്യന്റിന്റെ റൂംസിൽ ടെലിവിഷൻസ് ഉണ്ടാവാം. പിന്നെ എന്താണ്? വിൻഡോ സിൽസുകൾ ഉണ്ടാവാം, ജനൽപ്പടികൾ. വിൻഡോ സിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് ജനൽപ്പടിയ, ജനലിന്റെ കമ്പികളില്ലേ, അവിടെ എന്തുണ്ടാവും? പൊടിപടലങ്ങൾ ഉണ്ടാവാൻ സാധ്യത. അപ്പൊ അതുവരെ എന്താ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഡസ്റ്റ് എയർ വെന്റിൽസ് ആൻഡ് ലൈറ്റ്സ്, ടെലിവിഷൻ സെറ്റ്സ് ആൻഡ് വിൻഡോ സിൽസ്. പിന്നെന്താ? സാനിറ്റൈസ് ആൻഡ് സ്റ്റെറിലൈസ് ബിസൈഡ് കോമേഡ്. സാനിറ്റൈസ് ആൻഡ് സ്റ്റെറിലൈസ് ബിസൈഡ് കോമേഡ് എന്താണ്? മലവിസർജന പാത്രം ഉണ്ടായിരിക്കും. അത് ഓരോ പേഷ്യൻസിന്റെ അസുഖമായി ബന്ധപ്പെട്ടായിരിക്കും ആ റൂമില് മറ്റ് എക്യുപ്മെന്റ്സും സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. ഇവിടെ കോമേഡ് ഉദ്ദേശിക്കുന്ന മലവിസർജന പാത്രമാണ്. അതായത് പേഷ്യൻസിന് ടോയ്ലറ്റ് ഫെസിലിറ്റീസിൽ ഉപയോഗിക്കാൻ പറ്റാത്ത പേഷ്യൻസ് ഉണ്ട് അല്ലെ? കിടപ്പിൽ തന്നെ എന്താണ് മലവിസർജനങ്ങൾ ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് കൊമോഡ് ഉണ്ടായിരിക്കും. കൊമോഡ് കേട്ടോ, മലവിസർജന പാത്രമാണ്. അതെന്ത് ചെയ്യണം? സാനിറ്റൈസ് ചെയ്തിരിക്കണം, സ്റ്റെറിലൈസ് ആയിരിക്കണം. ഓക്കെ, പിന്നെ വൈപ്പ് ഡൗൺ കൗണ്ടേഴ്സ്, കൗണ്ടർ ടോപ്സ്, ചെക്ക് ഫർണിച്ചേഴ്സ്, ഡിസിൻഫെക്ട് ഡോർ ഹാൻഡിൽസ്. പിന്നെ എന്താ ചെയ്യേണ്ടത്? കൗണ്ടർ ടോപ്പുകൾ വൈൻഡ് അപ്പ് ചെയ്യുക അല്ലെ? ഇപ്പൊ കൗണ്ടർ ടോപ്സുകള്, പിന്നെ ചെക്ക് ഫർണിച്ചേഴ്സുകളൊക്കെ അവിടെയൊക്കെ എന്തെങ്കിലും പൊടിപടലങ്ങൾ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. ഡിസിൻഫെക്ട് ഡോർ ഹാൻഡിൽസ്, ഡോർ ഹാൻഡിലുകൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഹാൻഡിൽസുകൾ തിരിക്കുന്ന അവിടെ വരെ എന്ത് ചെയ്തിരിക്കണം? സാനിറ്റൈസ് ചെയ്ത് ഡിസിൻഫെക്ട് ചെയ്തിരിക്കണം. അവിടെ അണുക്കൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതും എന്ത് ചെയ്യണം? നമ്മള് ഡിസിൻഫെക്ട് ചെയ്തേണ്ടതാണ്. ഓക്കെ, എന്തൊക്കെയാണ് ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂംസിൽ വരുന്നത്? വാഷ് ആൻഡ് സാനിറ്റൈസ് ഹാൻഡ്സ് വെയർ ഡിസ്പോസൽ ഗ്ലൗസ്. ഡിസ്പോസൽ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ സാനിറ്റൈസ് ചെയ്യേണ്ടത്. പിന്നെ എന്താണ്? ലിവിംഗ് ക്ലീനിങ് കാർട്ട് ഇൻ ഹാൾ, സെറ്റപ്പ് എ സേഫ്റ്റി സൈൻ ഔട്ട്സൈഡ് ദ ഡോർ. അപ്പൊ ക്ലീനിങ് കാർട്ട് കൊണ്ടുവയ്ക്കുന്ന സമയത്ത് എന്താണ്? ക്ലീൻ ചെയ്യുന്ന ക്ലീനിങ് അവിടെ നടക്കുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു സേഫ്റ്റി സൈൻ ബോർഡ് ഡോറിന് പുറത്തായിട്ട് നമ്മൾ വെക്കേണ്ടതാണ്, അകത്തേക്ക് ആരും പ്രവേശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താ? ഇൻസ്റ്റന്റ്ലി സ്ട്രെയിറ്റൻ റൂം, വെക്കൻ ആൻഡ് റിലൈൻ ട്രാഷ് ക്യാൻസ്. എത്രയും പെട്ടെന്ന് റൂം എത്രയും പെട്ടെന്ന് വൃത്തിയാക്കുക. പിന്നെന്താ നമ്മൾ ചെയ്യേണ്ടത്? ആ റൂം ശൂന്യമാക്കണം. വെക്കേണ്ടത് ചെയ്യുന്ന പറഞ്ഞാൽ റൂം കംപ്ലീറ്റ്ലി അവിടെ ഒന്നും ഇല്ലാത്ത തരത്തിലാക്കി എടുക്കുക. അതുപോലെ തന്നെ വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ട്രാഷ് ക്യാൻസിലേക്ക് അത് മാറ്റേണ്ടതാണ്, വേസ്റ്റ് ബിന്നിലേക്ക് അത് മാറ്റേണ്ടതാണ്. പിന്നെ ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ഹൈ ടച്ച് ഏരിയാസ്. ഹൈ ടച്ച് ഏരിയാസിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യുക. വെന്റിലേഷൻസ്, ലൈറ്റ്സ്, ടെലിവിഷൻ ആൻഡ് വിൻഡോ സിൽസ് ഒക്കെ
ക്ലീൻ ചെയ്യുക, അവിടുത്തെ പൊടിപടലങ്ങൾ ക്ലീൻ ചെയ്യുക. പിന്നെ കൊമോഡ് എന്താണ്, മലവിസർജന പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് സാനിറ്റൈസ് ചെയ്യുക. പിന്നെ വൈപ്പ് ആൻഡ് കൗണ്ടർ ടോപ്സുകൾ വൈപ്പ് ആൻഡ് ചെയ്യുക, ഫർണിച്ചേഴ്സ് ചെക്ക് ചെയ്ത്, ദെൻ ഡോർ ഹാൻഡിൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഡിസിൻഫെക്ട് ചെയ്യുക. അതാണ് ചെക്ക് ലിസ്റ്റിലെ പേഷ്യന്റ് റൂംസുമായി ബന്ധപ്പെട്ട് വരുന്ന ക്ലീനിങ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? സ്ട്രേറ്റ് ടൈം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ റൂം പേഷ്യൻസ് ഉപയോഗിച്ച റൂമൊക്കെ പെട്ടെന്ന് ഇപ്പൊ ചിലപ്പോൾ ബെഡ് അല്ലെങ്കിൽ മറ്റു ടേബിളൊക്കെ ഓർഡർ ആയിരിക്കില്ല കിടക്കുന്നത്. അപ്പൊ ഓർഡർ ആവാത്ത ആ ഏരിയസ് ഒക്കെ എന്താണ് നമ്മൾ സ്ട്രേറ്റ് ആക്കിയിരുന്നത്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ബെഡൊക്കെ നീങ്ങി കിടക്കാതിരിക്കുക, അല്ലെങ്കിൽ ടേബിളും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപകരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി പറഞ്ഞൊക്കെ കിടക്കരുത് ഉപയോഗത്തിന് ശേഷം. അപ്പൊ നമ്മളതൊക്കെ ഓർഡർ ആക്കുക, അതാണ് സ്ട്രേറ്റ് ടൈം ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്ട്രേറ്റ് ടൈം റൂമിന് ഉദ്ദേശിക്കുന്നത് അതാണ് അവിടെ കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇപ്പൊ ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂംസിൽ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ക്ലീനിങ് കാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മള് ക്ലീൻ ചെയ്യാൻ കൊണ്ടുവരുന്ന ഉന്തുവണ്ടിയില്ലേ, ക്ലീനിങ്ങിന്റെ സാധനങ്ങളൊക്കെ പറഞ്ഞാൽ മോപ്പും സാധനങ്ങൾ, ബക്കറ്റ്സ്, ഡിറ്റർജൻസ് ഒക്കെ ഉള്ളത്, അതാണ് കേട്ടോ ക്ലീനിങ് കാർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മള് ഹൗസ് കീപ്പേഴ്സ് അല്ലെങ്കിൽ ക്ലീനിങ് സ്റ്റാഫുകൾ കൊണ്ടുപോകുന്ന വണ്ടിയിൽ കുറെ സാധനങ്ങൾ ഉണ്ടാവും, വേസ്റ്റ് ക്ലീൻ ചെയ്യുന്നതിന് പർപ്പസിന് ഉപയോഗിക്കുന്ന ഡസ്റ്റ് ക്ലീനിങ് ബ്രഷസുകൾ ഉണ്ടാവും, ഡിറ്റർജൻസ് ഉണ്ടാവും, ബക്കറ്റ്സ്, മോപ്പ് ഇതൊക്കെ ഉണ്ടാവും. അതാണ് കാർട്ട്, ക്ലീനിങ് കാർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്താണ് ഇത്ര സംശയം, മനസ്സിലായില്ലേ ഇതൊന്നും? എനിവൺ ഡൗട്ട്? അടുത്ത ചെക്ക് ലിസ്റ്റിൽ വരുന്ന കാറ്റഗറി ആണെന്ന് നോക്കാട്ടെ. അടുത്ത ചെക്ക് ലിസ്റ്റിൽ വരുന്നതാണ് പേഷ്യന്റ് റൂം ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയേഴ്സ്. പേഷ്യന്റ് റൂം ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയർ, പേഷ്യൻസിന്റെ റൂമും ബാത്റൂമും ക്ലീൻ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന്. empty and sanitize trash can needed, replace cleaners covers, then sanitize touch points, light switches എന്നാണ് കേട്ടോ, light switches എന്നാണ്, switches എന്നാണ്, door knobs, hand drives, then clean and sanitize showers, tubs, sinks, clean and sanitize toilet bowl, seat, tank and flush handle. അപ്പൊ നമ്മളെ പേഷ്യന്റിന്റെ ബാത്റൂംസ് അല്ലെ, പേഷ്യന്റ് റൂമും ബാത്റൂം, പേഷ്യന്റ് റൂമിന്റെ ബാത്റൂം എങ്ങനെയൊക്കെയാണ് ക്ലീൻ ചെയ്യേണ്ടത് പ്രത്യേകമായിട്ട്. അപ്പൊ empty and sanitize trash cans, empty ആയിട്ടുള്ള എടുക്കുന്ന trash cans ഒക്കെ എന്താണ് നമ്മള് എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യണം അല്ലെ, ലൈനേഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടത് ക്ലീൻ ചെയ്ത് മാറ്റാം. പിന്നെ ടച്ച് പോയിന്റ്സുകൾ, അതായത് നമ്മളെ റൂമിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്സ്, പ്രത്യേകിച്ച് സ്വിച്ച് ഇടുന്ന ലൈറ്റ് സ്വിച്ചുകൾ ഉണ്ടാവും, ഡോറിന്റെ നോബ്സുകൾ ഉണ്ടാവും, ഡോർ ഓപ്പൺ ചെയ്യുന്ന നോബ്സ് ഉണ്ടാവും, ഹാൻഡ് ഡ്രൈവ്സ് ഉണ്ടാവും, അവിടെയൊക്കെ എന്താണ് സാനിറ്റൈസ് ചെയ്യുക. പിന്നെ ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ഷവേഴ്സ്, ടബ്സ് ആൻഡ് സിങ്ക്, പിന്നെ ബാത്റൂമിനകത്ത് ഷവർ, ടബ്, സിങ്ക് ഒക്കെ എന്താണ് സാനിറ്റൈസ് ചെയ്യുക, ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. പിന്നെ ടോയ്ലറ്റ് ബൗൾസ്, സീറ്റ്, ടാങ്ക് ആൻഡ് ഫ്ലഷ് ഹാൻഡിൽസ് അല്ലെ, ടോയ്ലറ്റ് ക്ലോസറ്റ്സുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? അത് പേഷ്യന്റ് റൂം ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയേഴ്സ്. അടുത്ത ചെക്ക് ലിസ്റ്റിൽ വരുന്നത് ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക്. ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക്, ടെർമിനൽ റൂൾ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഹോസ്പിറ്റൽ ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ട് ഹോസ്പിറ്റൽ, വിശദമായിട്ട് ഹോസ്പിറ്റൽ ക്ലീൻ ചെയ്യുന്ന ഭാഗങ്ങളാണ്, അവിടെ ടാസ്കുകളാണ് അവിടെ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ
Make form that the patient has been discharged on room vacant. Make form that the patient has been discharged on room vacant. എന്താണ് നമ്മൾ ആ പേഷ്യന്റ് റൂമിലെ പേഷ്യൻസ് ഡിസ്ചാർജ് ആയി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം അതിനകത്തേക്ക് പോയി ക്ലീൻ ചെയ്യാനായിട്ട് അല്ലെ. ചിലവര് ഒന്നും നോക്കാതെ കെയർ ചെയ്യാറുണ്ടാവും. ചിലപ്പോ പുറത്തു പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ മറ്റു എവിടെയെങ്കിലും കോറിഡോർസിന് എവിടെയൊക്കെ മാറി നിൽക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല ചില സമയങ്ങളിൽ. അപ്പൊ അത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഡിസ്ചാർജ് പേഷ്യൻസ് ഉറപ്പ് വരുത്തി പേഷ്യൻസ് അതിൽ നിന്ന് ഡിസ്ചാർജ് ആയി വെക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം മാത്രമായിരിക്കണം ക്ലീൻ ചെയ്യേണ്ടത്. ഓക്കെ. സെക്കൻഡ് വൺ, perform hand hygiene, wear gloves, place safety sign outside door. എന്താണ് പെർഫോം ഹാൻഡ് ഹൈജീൻ. ഹാൻഡ് ഹൈജീനിൽ നല്ല രീതിയിൽ ശുചിത്വം ഉണ്ടായിരിക്കണം. പിന്നെ ഗ്ലൗസസ് വെയർ ചെയ്തിരിക്കണം. സേഫ്റ്റി സൈൻ ഔട്ട്സൈഡ് ഡോർ. സേഫ്റ്റി സൈൻസുകൾ പുറത്തായിട്ട് സ്ഥാപിക്കേണ്ടതാണ്. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? ക്ലീനിങ് സ്റ്റാഫുകളുടെ ഉത്തരവാദിത്തമാണ് സേഫ്റ്റി സൈൻസുകൾ എടുത്ത് വെക്കേണ്ടത് കേട്ടോ. അതായത് ഔട്ട്സൈഡ് ഡോറിലായിട്ട് കണക്ട് വെക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ക്ലീനിങ് സ്റ്റാഫുകളുടെ ഉത്തരവാദിത്തത്തിൽ ഉൾപ്പെടുന്നതാണ്. പെർഫോം ഹാൻഡ് ഹൈജീൻ, വെയർ ഗ്ലൗസ്, പ്ലേസ് സേഫ്റ്റി സൈൻ ഔട്ട്സൈഡ് കേട്ടോ. പിന്നെ തേർഡ് വൺ എന്താണ്? സിഗ്നിഫിക്കന്റ് മാറ്റേഴ്സ് സ്റ്റോപ്പ് ബോട്ടം ആൻഡ് സൈഡ്സ്, റീപ്ലേസ് കവർ, ബെഡ് കവർ, പില്ലോ കവേഴ്സ്. മാട്രസ് സ്റ്റോക്സുകളൊക്കെ എന്താണ് ഡിസിൻഫെക്ട് ചെയ്യാൻ വിമുക്തമാക്കുക. ബോട്ടം സൈഡ്സുകൾ അല്ലെങ്കിൽ ബെഡ് കവേഴ്സ്, പില്ലോ കവേഴ്സ് ഒക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഡിസിൻഫെക്ട് ചെയ്യുക. Then fourth one, vacuum and polish furniture, turn cushions, not stain or damage. Vacuum and polish furniture. Yes, vacuum and polish furnitures എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിഷേഴ്സ് ഫർണിച്ചേഴ്സ് പോളിഷ് ചെയ്യുക. വാക്കം ക്ലീനർ ഉപയോഗിച്ചുകൊണ്ട് പോളിഷ് ചെയ്യുക. ദെൻ കുഷ്യൻസ് മാത്രം. ചില ഫർണിച്ചറിന്റെ മുകളിൽ കുഷ്യൻസ് വെച്ചിട്ടുണ്ടാവും. നമ്മുടെ സോഫ്റ്റ് ആയിട്ട് കണ്ടിട്ടില്ലേ കുഷ്യൻസ്? പഞ്ഞി പോലെ ഇരിക്കുന്ന കുഷ്യൻസ് ഉണ്ടാവും ചില ഫർണിച്ചറിന്റെ മുകളിൽ. സോഫയുടെ മുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചെയറിന്റെ മുകളിലുണ്ടാവും കുഷ്യൻ. ഇവിടെ വെക്കുന്ന പഞ്ഞി പോലത്തെ ഒരു സാധനമാണ് കുഷ്യൻസ്. അത് മാറ്റുക, ടേൺ ചെയ്യുക. ദെൻ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുക. പിന്നെ എന്താണ്? നോട്ട് സ്ട്രെയിൻസ് ഓർ ഡാമേജ്. അവിടെ കുഷ്യന്റെ ഫർണിച്ചറിന് എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രെയിൻസോ ഡാമേജസോ ഉണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യേണ്ടതാണ്. അതായത് ഫർണിച്ചർ പോളിഷ് ചെയ്യുന്ന സമയത്ത് കുഷ്യൻസ് മാറ്റാൻ കൃത്യമായിട്ട് എന്തെങ്കിലും ഡാമേജസ് ഒക്കെ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതാണ്. ഓക്കെ. പിന്നെന്താണ്? ഫിഫ്ത് പോയിന്റ്, ക്ലീൻ ആൻഡ് സാനിറ്റൈസ് മെഡിക്കൽ എക്യുപ്മെന്റ്, wheelchairs, IV pods, etc. Clean and sanitize medical equipments. Medical equipmentsകൾ ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. ഏതൊക്കെയാണ്? വീൽ ചെയർസ്, IV pods, etc. IV pods കണ്ടിട്ടില്ല നമ്മൾ? IV pods ഉൾപ്പെടുന്ന സമയത്ത് കണ്ടിട്ടില്ല? IV podsകൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അതുവരെ എന്താണ്? നമ്മൾ ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ചെയ്തിരിക്കുക. എല്ലാ മെഡിക്കൽ എക്യുപ്മെന്റ്സും ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ചെയ്തിരിക്കുക. Then check and refill soap and paper towel dispensaries. Check and sanitize, check and refill soap and paper towel dispensaries. എന്താ ചെയ്യേണ്ടത്? ഡിസ്പെൻസറീസ് എന്ത് ചെയ്തിരിക്കണം? സോപ്പുകൾ അതുപോലെ തന്നെ ടവൽസ് അല്ലെ, അല്ലെങ്കിൽ പേപ്പർ ടവൽസ് ഒക്കെ അതിനകത്ത് റൂമിനകത്ത് അവൈലബിൾ ആണോ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഒക്കെ റീഫിൽ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എംറ്റി ആണോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. എംറ്റി ആണെങ്കിൽ എന്ത് ചെയ്യണം? റീഫിൽ ചെയ്യണം. ടവൽസും അതുപോലെ സോപ്പൊക്കെ ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതൊക്കെ ഇല്ലാത്ത പക്ഷം നമ്മളിവിടെ കൊണ്ടുവയ്ക്കേണ്ടതാണ്. ഓക്കെ. പിന്നെ ക്ലീൻ ആൻഡ് സാനിറ്റൈസ് പേഷ്യന്റ് ബാത്റൂം, സ്വീപ്പ്, വെറ്റ്, മോപ്പ് ആൻഡ് സാനിറ്റൈസ് ഓൾ ഫ്ലോർസ്. എന്താ ചെയ്യേണ്ടത്? പേഷ്യൻസിന്റെ ബാത്റൂം ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക, സ്വീപ്പ് ചെയ്യുക. സ്വീപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? സ്വീപ്പ് അടിച്ചു വാരി തുടക്കുക. വെറ്റ് മോപ്പ് അടിച്ചു വാരി കൃത്യമായിട്ട് തുടച്ച് അത് അതിന്റെ എല്ലാ ഏരിയാസും ഫ്ലോർസും എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ. ക്ലീൻ ആൻഡ് സാനിറ്റൈസ് പേഷ്യന്റ് ബാത്റൂം, സ്വീപ്പ്, വെറ്റ്, മോപ്പ് ആൻഡ് സാനിറ്റൈസ് ഓൾ ഫ്ലോർസ്. പേഷ്യൻസിന്റെ ബാത്റൂം അതുപോലെ തന്നെ എന്താണ്? അത് കൃത്യമായിട്ട് അടിച്ചു വാരുക, വൃത്തിയാക്കുക. എല്ലാ ഏരിയാസും ഫ്ലോർ ഉൾപ്പെടുന്ന എല്ലാ ഏരിയാസും എന്ത് ചെയ്യണം? സാനിറ്റൈസ് ചെയ്യുക. ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക് വരുന്നത്. അതായത് ചെക്ക്
ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റിലെ മൂന്നാമത്തെ കാറ്റഗറീസ് ആണ് എന്ത്? ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക്. വിശദമായിട്ടുള്ള ഹോസ്പിറ്റലിലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലീനിങ് ആണ്. ഓക്കെ, യെസ്, ഓക്കെ ആണോ? മനസ്സിലായോ? വീണ്ടും പറയണോ? യെസ്, ഇവിടെ പറഞ്ഞത് നമ്മുടെ ഹോസ്പിറ്റൽ ക്ലീനിങ് സ്റ്റാഫിൽ ഉറപ്പുവരുത്തുന്ന കുറച്ച് പ്രധാന മേഖലകളാണ്. വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട കുറച്ച് പ്ലേസസിന്റെ കാര്യങ്ങൾ മാത്രമാണ് ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്കിൽ പറഞ്ഞത് കേട്ടോ. ഓക്കെ, പിന്നെ അടുത്ത ചെക്ക് ലിസ്റ്റിൽ വരുന്ന നാലാമത്തെ കാറ്റഗറിയാണ് എന്ത്? ഡെയിലി ഹൗസ് കീപ്പിംഗ് ഫോർ അതർ ഹോസ്പിറ്റൽ ഏരിയാസ്. ഡെയിലി ഹൗസ് കീപ്പിംഗ് ഫോർ അതർ ഹോസ്പിറ്റൽ ഏരിയാസ്. ഡെയിലി ക്ലീൻ ചെയ്യുന്ന അതർ ഹോസ്പിറ്റൽ ഏരിയാസ് ഏതൊക്കെയാണ്? Cleaning up and sanitize surfaces contaminated by bodily fluids as per protocols. Then reinstate shower containers when 3/4 full. അതെ, ഇത് സെക്കൻഡ് പോയിന്റും ഫസ്റ്റ് പോയിന്റും ഒരുമിച്ച് കിടക്കാണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഇത്രയേ ഉള്ളൂ, നോക്കിയേ. ക്ലീനിങ് അപ്പ് ആൻഡ് സാനിറ്റൈസ് സർഫേസ് കണ്ടാമിനേറ്റഡ് ബൈ ബോഡിലി ഫ്ലൂയിഡ്സ് ആസ് പെർ പ്രോട്ടോകോൾസ്. അതുവരെ ഒരു പോയിന്റ് ആണ്, ഇത് രണ്ടാമത്തെ പോയിന്റ് ആണ് കേട്ടോ. ടെക്സ്റ്റിൽ അത് ഒരുമിച്ച് കിടക്കുകയാണ്, ഒന്ന് നോക്കണേ. ഓക്കെ, എന്താ ചെയ്യേണ്ടത്? ക്ലീനിങ് അപ്പ് സാനിറ്റൈസ് സർഫേസ് കണ്ടാമിനേറ്റഡ് ബൈ ബോഡിലി ഫ്ലൂയിഡ്സ് ആസ് പെർ പ്രോട്ടോകോൾസ്. അപ്പൊ എന്താണ്? സർഫേസസിലൊക്കെ ബോഡി ഫ്ലൂയിഡ്സ് മറ്റ് അല്ലെങ്കിൽ ശരീരദ്രവങ്ങളോ മറ്റെന്തെങ്കിലും ആയിട്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ആ പ്ലേസ് നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രോട്ടോകോൾസ് അനുസരിച്ച് കൊണ്ട് ക്ലീൻ ചെയ്യുക, കൃത്യമായിട്ട് ആ സർഫേസ് സാനിറ്റൈസ് ചെയ്യുക. എന്തായി കഴിഞ്ഞാൽ ബോഡി ഫ്ലൂയിഡ് കൊണ്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ എന്താണ് സെക്കൻഡ് വൺ? Reinstate shower containers when 3/4 full. Reinstate shower containers when 3/4 full. എന്താണ് റീഇൻസ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? റീപ്ലേസ് എന്നുള്ള മറ്റൊരു മീനിങ് ആണ് കേട്ടോ. റീഇൻസ്റ്റേറ്റ് നമ്മൾ പറയുന്നത് റീപ്ലേസ് ചെയ്യാന്നുള്ളത്. എങ്ങനെയുള്ള ഒബ്ജക്ട്സുകൾ? ഷാർപ്പ് കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ ഷാർപ്പ് ഒബ്ജക്ട്സുകൾ ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ഫുൾ ആയി കഴിഞ്ഞാൽ, 3/4 ഫുൾ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യുക. അതായത് ഒബ്ജക്ട്സുകൾ, മൂർച്ചയുള്ള ഒബ്ജക്ട്സുകൾ ഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഡസ്റ്റ്ബിൻ നമ്മൾ എന്ത് ചെയ്യണം? ക്വാർട്ടേഴ്സ് ഫുൾ ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അത് റീപ്ലേസ് ചെയ്യുക. അതായത് പൊട്ടിയ ഗ്ലാസ്, മറ്റ് സിസേഴ്സ് അല്ലെങ്കിൽ ബ്ലൈഡ് തുടങ്ങിയ അല്ലെങ്കിൽ സിറഞ്ച്, നീഡില് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ എന്താണ്? ഫുൾ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത്? നമ്മൾ റീപ്ലേസ് ചെയ്യുക. അടുത്തത് കൺഫേം ഫ്ലോർസ് ആർ ഫ്രീ ഓഫ് ഡെബ്രീസ് ആൻഡ് ഡ്രിപ്പിംഗ് ഹസാർഡസ്. കൺഫേം ഫ്ലോർസ് ആർ ഫ്രീ ഓഫ് ഡെബ്രീസ് ആൻഡ് ഡ്രിപ്പിംഗ് ഹസാർഡസ്. എന്താണ്? എന്തെങ്കിലും തരത്തിലുള്ള നമ്മുടെ ഫ്ലോറിൽ എന്തെങ്കിലും ഡെബ്രിസ് അല്ലെങ്കിൽ ഡ്രിപ്പിംഗ് ഹസാർഡ്സ് നമുക്ക് തെന്നി വീഴുന്ന തരത്തിലുള്ള എന്തെങ്കിലും തരത്തില് സാധനങ്ങളോ അവശിഷ്ടങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അപകടകരമായിട്ട് എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടോ എന്ന് കൺഫേം ചെയ്യേണ്ടത്. ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അത് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് അത് മാറ്റേണ്ടതാണ്, തുടച്ച് മാറ്റേണ്ടതാണ് കേട്ടോ. എന്തെങ്കിലും തെന്നി, നമ്മൾ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് തെന്നി വീഴുന്ന തരത്തിലുള്ള ഇപ്പൊ ഫ്ലവർ പെറ്റൽസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഓയിൽസോ എന്തെങ്കിലും ലീക്കേജസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ തെന്നി വീഴാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് ക്ലീൻ ചെയ്യുക. ഓക്കെ, then fourth one, immediately clean up spills on floors and furnitures. Immediately clean up spills on floors and furnitures. എന്താണ്? എന്തെങ്കിലും സ്പീൽസ് കണ്ടു കഴിഞ്ഞാൽ ഫർണിച്ചേഴ്സിലൊക്കെ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള സ്പീൽസ് കണ്ടു കഴിഞ്ഞാൽ, ഫ്ലോറിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മൾ അത് ക്ലീൻ ചെയ്യേണ്ടതാണ്. ഓക്കെ, സ്പീൽസ് അറിയാലോ എന്താണെന്ന്? ഏതെങ്കിലും തരത്തിലുള്ള ചോർച്ചകൾ ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ആ ഫ്ലോറും ഫർണിച്ചറും ക്ലീൻ ചെയ്യേണ്ടതാണ്. Fifth one, keep an eye on the personal belongings left by patients and visitors. Keep an eye on the personal belongings left by patients and visitors. അതായത് പേഷ്യൻസിന്റെയും വിസിറ്റേഴ്സിന്റെയും സ്വകാര്യ സാധനങ്ങളെ, അവരുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത്
നാപ്കിൻസ്, സാനിറ്ററി പാഡ്സ് തുടങ്ങിയ സാധനങ്ങളൊക്കെ അതൊക്കെ എന്താണ് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, കീപ് ആൻ ഐ ഓൺ ദ പേഴ്സണൽ belongings left by patients and visitors. Then sixth one, coordinate cleaning efforts with the cafeteria staff, wipe and sanitize table chairs. Coordinate cleaning efforts with the cafeteria staffs. ഇനി cleaning cafeteria സ്റ്റാഫുകളുമായിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. അതായത് ക്യാൻറ്റീൻ സ്റ്റാഫുകൾ അല്ലെ, അതായത് ക്യാൻറ്റീനിൽ നമ്മൾ പ്രധാനമായിട്ട് ഏതൊക്കെ തരത്തിലുള്ള ക്ലീനിങ്സ് പാലിക്കണം? വൈപ്പ് ആൻഡ് സാനിറ്റൈസ് ടേബിൾ ആൻഡ് ചെയർസ് അല്ലെ. ടേബിളും ചെയർസും എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് തന്നെ ഉപയോഗിച്ചതിന് ശേഷം ഉടനെ നമ്മൾ വൈപ്പ് ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. ക്ലീൻ ആയിട്ട് വേണം നമ്മളെ കഫ്റ്റേരിയ കൊണ്ടുപോകേണ്ടത്, കഫ്റ്റേരിയ നോക്കേണ്ടത്. Then 7, check storage area for cleanness and sign of insects or rodents. Check storage area for cleanness and signs of insects or rodents. എന്താ പറയുന്നത്? സ്റ്റോറേജ് ഏരിയാസ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഇൻസെക്ട്സോ അല്ലെങ്കിൽ റോഡൻസ് ആരാണ്? എലിയോ പ്രാണികളോ ഉണ്ടോന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. ചെക്ക് സ്റ്റോറേജ് ഏരിയാസ്, സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഏരിയാസ് ഇല്ല, അവിടെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. പ്രാണികളോ മറ്റു എലികളോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. റോഡൻസ് മീൻസ് എലി. ഓക്കെ, പിന്നെന്താ? Apply highly straightened cleaning and sanitizing procedures to avoid the spread of germs and bacteria. Apply highly straightened cleaning and sanitizing procedures to avoid the spread of germs and bacteria. എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്? സാനിറ്റൈസിങ് പ്രൊസീജിയേഴ്സ്, അതായത് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ജെംസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി, ജെംസ് ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹൈലി സ്ട്രേറ്റൻ ക്ലീനിങ്, അതായത് കർശനമായിട്ടുള്ള ക്ലീനിങ് നടപടികൾ, കർശനമായിട്ടുള്ള ക്ലീനിങ് സാനിറ്റൈസിങ് പ്രൊസീജിയേഴ്സ് ആയിരിക്കണം അവിടെ ഉപയോഗിക്കേണ്ടത്. ജെംസിനെയും ബാക്ടീരിയസിനെയും ഒക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഹൈലി സ്ട്രേറ്റൻ ക്ലീനിങ് സാനിറ്റൈസിങ് പ്രൊസീജിയേഴ്സ് ആയിരിക്കണം അവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഡെയിലി ഹൗസ്കീപ്പിംഗ് ഫോർ അതർ ഹോസ്പിറ്റൽ ഏരിയാസ്. ദിവസേന ചെയ്യേണ്ട ഹൗസ്കീപ്പിംഗ് ഏരിയാസ്, ഹോസ്പിറ്റൽ ഹൗസ്കീപ്പിംഗ് ഏരിയാസിലെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ് പറഞ്ഞത്? ക്ലീനിങ് അപ്പ് ആൻഡ് സാനിറ്റൈസ് സർഫേസ് കണ്ടാമിനേറ്റഡ് ബൈ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് ആസ്പെറാസ് പ്രോട്ടോകോൾസ്. എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ, ഫർണിച്ചേഴ്സ് അല്ലെങ്കിൽ ഫ്ലോർ ക്ലീൻ ആയി കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉടനടി അത് ക്ലീൻ ചെയ്യുക, അത് സാനിറ്റൈസ് ചെയ്യുക. പിന്നെ എന്താണ്? റീഇൻസ്റ്റേറ്റ് അല്ലെങ്കിൽ റീപ്ലേസ് ഷാർപ്പ് കണ്ടെയ്നേഴ്സ് വെൻ 3/4 ഫുൾ. 3/4 ഇഞ്ച് ഫുൾ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഷാർപ്പ് ഒബ്ജക്ട്സിന്റെ ബിൻസുകൾ നമ്മൾ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യേണ്ടതാണ്. റീപ്ലേസ് ചെയ്തിട്ട് മറ്റൊരു ഡസ്റ്റ്ബിൻസോ അല്ലെങ്കിൽ എന്താണ് കണ്ടെയ്നേഴ്സോ അവിടെ കൊണ്ടുവന്ന് വെക്കേണ്ടതാണ്. ഓക്കെ, ഒരിക്കലും അത് നിറഞ്ഞു പോകാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവരുത്. തേർഡ് വൺ എന്താണ്? കൺഫേം ഫ്ലോർസ് ആർ ഫ്രീ ഓഫ് ഡെബ്രിസ് ആൻഡ് ട്രിപ്പിംഗ് ഹസാർഡ്സ്. ഫ്ലോറിൽ ഒരു തരത്തിലും തെന്നി വീഴുന്ന തരത്തിലുള്ള മറ്റു അപകടകരമായിട്ട് മറ്റു സാധനങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. പിന്നെന്താ? ഫോർത്ത് വൺ, ഇമ്മീഡിയറ്റ്ലി ക്ലീൻ അപ്പ് സ്പിൽസ് ഓൺ ദി ഫ്ലോർ ആൻഡ് ഫർണിച്ചേഴ്സ്. എന്തെങ്കിലും സ്പിൽസ് അല്ലെങ്കിൽ ചോർച്ചകൾ ഉണ്ടെങ്കിൽ ആ ഫ്ലോർസും ഫർണിച്ചേഴ്സും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുന്നതാണ്. പിന്നെ കീപ് ആൻ ഐ ഓൺ ദ പേഴ്സണൽ ബിലോങ്ങിങ്സ് ലെഫ്റ്റ് ബൈ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. പേഷ്യൻസിന്റെയും വിസിറ്റേഴ്സിന്റെയും ഒക്കെ ബിലോങ്ങിങ്സ് അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എന്താണ്? സ്വകാര്യ സാധനങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ദെൻ കോർഡിനേറ്റ് ക്ലീനിങ് എഫേർട്സ് വിത്ത് കഫ്റ്റേരിയ സ്റ്റാഫ്. കഫ്റ്റേരിയ സ്റ്റാഫുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. അതായത് അവരുടെ സാനിറ്റൈസിങ് ടേബിളും ചെയർസ് ഒക്കെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. ദെൻ ചെക്ക് സ്റ്റോറേജ് ഏരിയ ഫോർ ക്ലീനസ് ആൻഡ് സൈൻസ് ഓഫ് ഇൻസെക്ട് ഓർ റോഡൻസ്. സ്റ്റോറേജ് ഏരിയാസ് കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. അവിടെ അതിന്റെ അകത്ത് പ്രാണികളോ മറ്റെലികളോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട്. പിന്നെ സ്ട്രേറ്റ് ക്ലീനിങ് പ്രൊസീജിയേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് വേണം ജെംസിനെ ബാക്ടീരിയസിന്റെ ഒക്കെ സ്പ്രെഡ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല കറക്റ്റ് ആയിട്ട് സ്ട്രേറ്റ് ആയിട്ടുള്ള ക്ലീനിങ് സാനിറ്റൈസിങ് പ്രൊസീജിയേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് വേണം ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട ഏരിയാസുകൾ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട്. മനസ്സിലായോ? ഡെയിലി ഹൗസ് കീപ്പിംഗ് ഏരിയാസിന്റെ ക്ലിയർ ആണോ? അത് ഇപ്പൊ തന്നെ പറഞ്ഞു പോണോ കേട്ടോ, ക്ലിയർ ആണെങ്കിൽ. അല്ലെങ്കിൽ അല്ലാന്ന് പറയണേ.
നമുക്കിനി വേറെ ക്ലാസ് വരില്ല, അതാണ്. ഓക്കെ, അടുത്ത പോയിന്റ് പറഞ്ഞോട്ടെ ടീച്ചറെ. പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ ഡിസിൻഫിക്കന്റ്. പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ ഡിസിൻഫിക്കന്റ്. അനുയോജ്യമായിട്ടുള്ള അണുനാശിനിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. Should have an externalized antimicrobial spectrum. Should have an extensive antimicrobial spectrum. എന്താണ്? അതായത് ആന്റിമൈക്രോബയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറസ്, ബാക്ടീരിയ തുടങ്ങിയവയ്ക്ക് കൊല്ലാനായിട്ട് വേണ്ടിയുള്ള സൂക്ഷ്മാണുക്കളുടെ ഒരു ശ്രേണിയാണ് അല്ലെ. ആന്റിമൈക്രോബിയൽ സ്പെക്ട്രം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഡിസിൻഫെക്ടർ പ്രവർത്തിക്കുകയുള്ളൂ. ഓക്കെ, പിന്നെ should produce a swift kill. Should produce a swift kill. എന്താണ്? ആ ഡിസിൻഫെക്ടന്റ് എന്തുണ്ടാവണം? അത് ഒഴിച്ചു കഴിഞ്ഞാൽ ആ ബാക്ടീരിയസിനെ കില്ല് ചെയ്യാനുള്ള പവർ അതിനുണ്ടായിരിക്കണം അല്ലെ. സ്വിഫ്റ്റ് കിൽ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കഴിവുണ്ടാണ്. സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഡിറ്റർജന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഡിസിൻഫെക്ടന്റ് ആയിരിക്കണം അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അതായത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയം കഴിഞ്ഞിട്ടായിരിക്കരുത് അണുക്കളെ കൊല്ലേണ്ടത്. ഉടനടി തന്നെ എന്താണ് നമുക്കത് ഒഴിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഡിസിൻഫെക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് ഏറ്റവും ഗുണമേന്മയുള്ള ഒരു ഡിസിൻഫെക്ടന്റ് എന്ന് പറയുന്നത്. പിന്നെന്താ? should be working in the presence of organic matter, blood, sputum, feces and compatible with soap, detergents and other chemicals encountered in use. എന്താണ്? should be working in the presence of organic matter എന്ന് പറഞ്ഞാൽ സ്പുട്ടം എന്ന് പറയുന്ന എച്ചില് നമ്മുടെ വേസ്റ്റസിനെ കേട്ടോ സ്പുട്ടം എന്ന് പറയുന്നത്. ബ്ലഡ്, പീസസ് അറിയാലോ, മലവിസർജ്യങ്ങള്. ഓക്കെ, ഇവയായിട്ടൊക്കെ എങ്ങനെയായിരിക്കണം? ആൻഡ് കോമ്പറ്റബിൾ വിത്ത് സോപ്പ്, ഡിറ്റർജൻസ് ആൻഡ് അതർ കെമിക്കൽസ് എൻകൗണ്ടർഡ് ഇൻ യൂസ്. അപ്പോൾ ഈ ജൈവവസ്തുക്കളുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കുകയും സോപ്പുകളുടെയും ഡിറ്റർജന്റുകളുടെയും കെമിക്കൽസിന് യോജിച്ചു പോകാനും കഴിവുള്ള തരത്തിലുള്ള മെറ്റീരിയൽസ് ആയിരിക്കണം എന്ത്? ഈ അണുനാശിനികൾ എന്ന് പറയുന്നത്. ഇവയൊക്കെ നശിപ്പിച്ചു കളയുന്ന തരത്തിലുള്ള ഗുണമേന്മ ഇതിനുണ്ടായിരിക്കണം, ഡിസിൻഫെക്ടേഷന് ഉണ്ടായിരിക്കണം, ഈ അണുനാശിനിക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. പിന്നെ should not be dangerous to the user of patient. Should not be dangerous to the user of patient. പേഷ്യൻസിന് അപകടമൊന്നും ഉണ്ടാക്കാത്ത രീതിയിലായിരിക്കണം, അത്തരത്തിലുള്ള അണുനാശിനികളായിരിക്കണം ഹോസ്പിറ്റലിൽ ഉപയോഗിക്കേണ്ടത്. should not be dangerous to the user of patient. Okay, അവിടെ മനസ്സിലായോ? should have an extensive antimicrobial spectrum. സ്പക്ടം സ്പീസസ് എന്ന് പറഞ്ഞാൽ സ്പക്ടം എന്ന് പറയുന്നത് നമ്മുടെ എച്ചിൽ എന്നൊക്കെ പറയല്ലേ, വേസ്റ്റസ്. അതുപോലെ ഫീസസ് എന്ന് പറയുന്നത് മലവിസർജ്യങ്ങൾ. ഓക്കെ, സ്റ്റൂളൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. then should produce a swift kill. swift kill ചെയ്യാൻ പറ്റുന്ന കഴിവുണ്ടായിരിക്കണം, swift kill ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ശക്തിയുള്ള ഒരു അണുനാശിനി ആയിരിക്കണം. പിന്നെന്താണ്? should be working in the presence of organic matter and compatible with the soap, detergents and other chemicals and encountered in use. ജൈവവസ്തുക്കളുമായിട്ട് വസ്തുക്കളുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കുകയും സോപ്പ്, ഡിറ്റർജന്റ്, കെമിക്കൽസ് എന്നിവയുമായി യോജിച്ചു പോകാൻ കഴിവുള്ള അണുനാശിനികളായിരിക്കണം നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, പിന്നെന്താണ്? പേഷ്യൻസിന് യാതൊരു വിധത്തിലുള്ള അപകട സാധ്യതയും ഉറപ്പുവരുത്താത്ത രീതിയിലുള്ള അണുനാശിനികൾ അവിടെ ഉപയോഗിക്കുക. should not corrode instruments and metallic surface and should not cause the destruction of cloth, rubber, plastic and other materials. എന്താ പറയുന്നത്? should not corrode. corrode means നശിപ്പിക്കുക കേട്ടോ. should not corrode instruments and metallic surface and should not cause the destruction of cloth, rubber, plastic and other materials. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന അണുനാശിനി നമ്മുടെ ക്ലോത്ത്സിനോ അല്ലെങ്കിൽ മറ്റു മെറ്റീരിയൽസിനോ ഒന്നും തന്നെ അതായത് അതിനൊന്നും ഉപദ്രവിക്കാത്തതില്ല, അവയ്ക്കൊന്നും നാശം ഉണ്ടാക്കാത്ത അവസ്ഥയായിരിക്കണം, നാശം ഉണ്ടാക്കാത്ത രീതിയിലായിരിക്കണം. അതായത് ഫർണിച്ചേഴ്സൊക്കെ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, റബ്ബറോ ആയിക്കോട്ടെ, അതിനൊന്നും നാശം വരുത്താത്ത രീതിയിലായിരിക്കണം നമ്മള് തുരുമ്പ് പിടിക്കലല്ലേ, അങ്ങനെ വരാത്ത സിറ്റുവേഷൻ ആയിരിക്കണം ആ ഡിസിൻഫെക്ടന്റ് ക്വാളിറ്റീസിൽ വേണ്ടത്. അല്ലാതെ മോശമായിട്ടൊരു അണുനാശിനിയാണെങ്കിൽ എന്താണ് അതൊക്കെ തുരുമ്പ് പിടിച്ചു പോകാൻ ചാൻസസ് ഉണ്ട്. അല്ലാത്ത പക്ഷം ഗുണമേന്മയുള്ളതാണെങ്കിൽ എന്താണ് നല്ല രീതിയിൽ നമുക്കത് ഉപയോഗിക്കാനും ഡിസിൻഫെക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ, പിന്നെന്താ? easy to use with clear label directions. easy to use with clear label directions.
എന്താണ് ആ ഡിസിൻഫെക്ടന്റിന് പുറകിലായിട്ട് നമുക്ക് എന്തുണ്ടായിരിക്കും, ലേബൽ ഡയറക്ഷൻസ് ഉണ്ടായിരിക്കും. അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എല്ലാ അണുനാശിനിയുടെ പുറകിലായിട്ട് എന്താണ് അതെങ്ങനെ ഉപയോഗിക്കണം, എത്രത്തോളം അളവിൽ എടുക്കേണ്ടതൊക്കെ കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, then should have a cordial odor or no odor to facilitate its routine use. It should have a cordial odor. അതായത് ഇതിന്റെ മണം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, അതായത് പേഷ്യൻസിന് യാതൊരു വിധത്തിൽ ഇതിന്റെ സ്മെല്ല്, ചില ഡിസിൻഫെക്റ്റിന്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ചിലപ്പോൾ വൊമിറ്റിംഗ് ചെയ്യാൻ തരാം, അല്ലെങ്കിൽ തലകറക്കം തുടങ്ങുമ്പോൾ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ പേഷ്യൻസിന് അനുഭവപ്പെടാം. ബ്രീത്തിങ് പ്രോബ്ലം വരെ ഉണ്ടാവാറുണ്ട് ചില അണുനാശിനികൾ നടക്കുന്ന സമയത്ത്. അപ്പൊ അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള ഗുണമേന്മയുള്ള അണുനാശിനികളായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നല്ല സ്മെല്ലുള്ളത് ഉണ്ടാവും, അല്ലെ, നല്ല സ്മെല്ലുള്ളത് മറ്റു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത അണുനാശിനികൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവ സെലക്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, പിന്നെന്താണ്, ഷുഡ് നോട്ട് ബി prohibitively high in cost. Should not be prohibitively high in cost. എന്താ പറയുന്നത്, വളരെ കോസ്റ്റ് ഉള്ളതാണോ, കോസ്റ്റ് ഹൈ ആവരുത് അല്ലെ, വളരെ കോസ്റ്റ് ഹൈ ആവേണ്ട ആവശ്യമില്ല നമുക്ക് അല്ലെ. prohibitively high in cost, പക്ഷെ ഏറ്റവും ഗുണമേന്മ കുറഞ്ഞും പോകാൻ പാടില്ല, ഒരു മീഡിയത്തിൽ നിൽക്കുന്ന തരത്തിലായിരിക്കണം നമ്മൾ അണുനാശിനികൾ സെലക്ട് ചെയ്യുന്നത്. ഹൈ കോസ്റ്റ് ആകരുത്. പിന്നെ ഷുഡ് ബി സോളബിൾ ആസ് വാട്ടർ. ഷുഡ് ബി സോളബിൾ ആസ് വാട്ടർ, അതായത് വാട്ടറിൽ ലയിക്കുന്ന തരത്തിലുള്ള അണുനാശിനികളായിരിക്കണം, വെള്ളത്തിൽ ലയിക്കുന്ന തരത്തിലുള്ള അണുനാശിനികളായിരിക്കണം. There should be steady, concentrate and use dilution. Should be steady, concentrate and use dilution. എന്താണ്, നല്ല രീതിയിൽ നമുക്ക് ഡയലൂട്ട് ചെയ്യാൻ പറ്റുന്ന അണുനാശിനികളാണ്. ഡയലൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അണുനാശിനികളായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഷുഡ് ഹാവ് ഗുഡ് ക്ലീനിങ് പ്രോപ്പർട്ടീസ്. ഷുഡ് ഹാവ് ഗുഡ് ക്ലീനിങ് പ്രോപ്പർട്ടീസ് എന്ന് നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അണുനാശിനി ആയിരിക്കണം അല്ലെ. ക്ലീനിങ് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ തന്നെ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ അണുനാശിനി ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു പരിസരം, ആ ഒരു പ്ലേസ് എന്താണ് വളരെയധികം ഡിസിൻഫെക്റ്റഡ് ആവുന്നു, സാനിറ്റൈസ്ഡ് ആവുന്നു, വളരെ ക്ലീൻ ആവുന്നു ആ പ്രദേശങ്ങൾ കണ്ടിട്ട്. ഓക്കെ, പിന്നെ ഷുഡ് നോട്ട് ഹാം ദ എൻവയോൺമെന്റ് ഓൺ ഡിസ്പോസൽ. ഷുഡ് നോട്ട് ഹാം ദ എൻവയോൺമെന്റ് ഓൺ ഡിസ്പോസൽ. നമ്മൾ ഡിസ്പോസ് ചെയ്യുമ്പോൾ എൻവയോൺമെന്റിന് യാതൊരു തരത്തിലും ഈ അണുനാശിനി നമ്മൾ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് പരിസ്ഥിതിക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാത്ത തരത്തിലായിരിക്കണം നമ്മളത് ഡിസ്പോസ് ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള അണുനാശിനികളായിരിക്കണം നമ്മുടെ ഹോസ്പിറ്റലിൽ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞ എന്താണ്, പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ ഡിസിൻഫെക്റ്റന്റ്. ഒരു നല്ല അണുനാശിനിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അല്ലെ, അനുയോജ്യമായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, യെസ്, ഫസ്റ്റ് പോയിന്റ് നമ്മൾ എന്താ പറയുക, ഷുഡ് ഹാവ് ആൻ എക്സ്റ്റെൻസീവ് ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം. അതായത് നല്ല രീതിയിൽ വൈറസിനെ, ബാക്ടീരിയസിനെ, എല്ലാ സൂക്ഷ്മാണുക്കളെയും നല്ല രീതിയിൽ നശിപ്പിക്കുന്ന തരത്തിൽ, എക്സ്റ്റെൻസീവ് ആയിട്ട് വ്യാപിക്കുന്ന തരത്തിൽ, അത് കംപ്ലീറ്റ്ലി നശിപ്പിക്കുന്ന തരത്തിലായിരിക്കും നമ്മൾ ഒരു അണുനാശിനി സെലക്ട് ചെയ്തത്. അതാണ് നല്ലൊരു അണുനാശിനിയുടെ ഗുണം എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, ഷുഡ് പ്രൊഡ്യൂസ് സ്വിഫ്റ്റ്ലി. എത്രയും പെട്ടെന്ന് അത് ഉപയോഗിക്കുമ്പോൾ തന്നെ എന്ത് വേണം, സ്വിഫ്റ്റ്ലി ആണ് ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള ഒരു കഴിവ് അതിനുണ്ടായിരിക്കണം. പിന്നെ മറ്റ് ഓർഗാനിക് മാറ്റേഴ്സുമായിട്ട് അല്ലെങ്കിൽ സോപ്പ്, ഡിറ്റർജൻസ്, മറ്റ് അല്ലെങ്കിൽ ജൈവ വസ്തുക്കളുമായിട്ട് സാന്നിധ്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതുമായിട്ട് യോജിച്ചു പോകാൻ കഴിയുന്ന തരത്തിലുള്ള അണുനാശിനികളായിരിക്കണം. പിന്നെന്താ, പേഷ്യൻസിന് യാതൊരു ഡേഞ്ചറസും ഇത് ഉപയോഗിക്കുന്നത് വഴി ഉണ്ടാകാൻ പാടുള്ളതല്ല. Then should not corrode instruments and metallic surface and should not cause destruction on cloth, rubber, plastic and other materials. മറ്റു മെറ്റീരിയൽസിന് ഒന്നും തന്നെ ദോഷം വരാത്ത രീതിയിലുള്ള അണുനാശിനികളായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ഈസി ടു യൂസ് വിത്ത് ക്ലിയർ ലേബൽ ഡയറക്ഷൻസ്. അതിൽ തന്നിരിക്കുന്ന ലേബൽ ഡയറക്ഷൻസ് അനുസരിച്ചിട്ട് വേണം. ക്ലിയർ ആയിട്ടുള്ള ലേബൽ ഡയറക്ഷൻസ് ഉണ്ടായിരിക്കും. നല്ല അണുനാശിനിയാണെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ലേബൽ ഡയറക്ഷൻസ് ഉണ്ടായിരിക്കും. അത് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ആ സാധനം ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അണുനാശിനി ഉപയോഗിക്കേണ്ടത്. പിന്നെ ഇതിന്റെ ദുർഗന്ധം അല്ലെ, ദുർഗന്ധമാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്താണ്, നല്ല രീതിയിലുള്ള നല്ല സ്മെല്ലുള്ള ഡിസിൻഫെക്ഷൻ ഉണ്ട്, നല്ല അണുനാശിനികളുണ്ട്, അത് സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, പേഷ്യൻസിന് യാതൊരു വിധത്തിലുള്ള ഇതിന്റെ മണം പോലെ മറ്റ് എന്താണ് ഡിഫിക്കൽട്ടീസ് ഒന്നും വരാതിരിക്കാനാണ് നല്ല സ്മെല്ലുള്ളത് സെലക്ട് ചെയ്യാൻ പറയുന്നത്. നല്ല സ്മെല്ലുള്ളതെന്ന് പറഞ്ഞാൽ നല്ല ഗുണമേന്മ ഉണ്ടാകും, നല്ല സ്മെല്ലും ആയിരിക്കും അതിന്. ഓക്കെ,
ഓർഡർ എന്ന് ഉദ്ദേശിക്കുന്നത് ഗന്ധമാണ് കേട്ടോ. ദെൻ ഹൈ കോസ്റ്റ് ആവരുത്, അധികം ഹൈ കോസ്റ്റ് ആവണ്ട. സോളിഡ് ഗ്ലാസ് വാട്ടർ, വാട്ടറിൽ ലയിക്കുന്ന തരത്തിലുള്ള അണുനാശിനികളായിരിക്കണം. ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഗുഡ് ക്ലീനിങ് പ്രോപ്പർട്ടീസ് അതിനുണ്ടായിരിക്കണം. എൻവയോൺമെന്റ് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള അപകട സാധ്യതകളൊന്നും തന്നെ ഇല്ലാത്ത ഒരു അണുനാശിനികളായിരിക്കണം നമ്മൾ ഏറ്റവും നല്ല അണുനാശിനികളായിട്ട് നമ്മൾ പറയേണ്ടത്. അനുയോജ്യമായിട്ടുള്ള ഒരു അണുനാശിനിയുടെ ഗുണങ്ങളാണ്, പ്രോപ്പർട്ടീസ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ആർക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, ഇത് നമുക്ക് ഒരു ഫ്രൈഡേ ഒരു ക്ലാസ് വരുന്നുണ്ട്, അന്ന് എടുക്കാം കേട്ടോ. ചാലഞ്ചസ് ആൻഡ് ഹൗസ് കീപ്പിംഗ് മാനേജേഴ്സ് റെസ്പോൺസിബിലിറ്റീസ്. ഫ്രൈഡേ ഒരു ക്ലാസ് വരുന്നുണ്ട്, അന്ന് എടുക്കാം. ഓക്കെ, മെഡിക്കൽ എക്യുപ്മെന്റ് തീർന്നോ നിങ്ങളുടെ? ഇല്ല. ഓക്കെ, HASന്റെ ബാക്കി ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ യൂസസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്നുള്ള ഭാഗം ചിലപ്പോൾ ടീച്ചറായിരിക്കും എടുക്കുന്നത് കേട്ടോ. ഗവർണൻസിന് തീർന്നിട്ടില്ലെങ്കിൽ. ഓക്കെ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ചെക്ക് ലിസ്റ്റിന്റെ പേരുകൾ ഓർത്ത് വെക്കുക കേട്ടോ. 4 കാറ്റഗറീസ് ആയിട്ട് നമ്മുടെ ചെക്ക് ലിസ്റ്റ് വരുന്നുണ്ട്. ഒന്ന് ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂംസ്, സെക്കൻഡ് വൺ പേഷ്യന്റ് റൂം ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയേഴ്സ്, ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്കുകൾ, ഡെയിലി ഹൗസ് കീപ്പിംഗ് ഫോർ അതർ ഹോസ്പിറ്റൽ ഏരിയാസ്. ഹെഡ് പോയിന്റ്സ് പഠിച്ചു വെക്കുക. ബാക്കിയുള്ളതൊന്ന് നോക്കി വെക്കണം. ഏതൊക്കെ കാറ്റഗറീസിലാണ് വരുന്നത്, ഏതൊക്കെ ചെക്ക് ലിസ്റ്റിനുള്ളിലാണ് വരുന്നത് നോക്കണം കേട്ടോ. ഓക്കെ, ചിലപ്പോ ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് തന്നിട്ട് ഇത് ഏത് ചെക്ക് ലിസ്റ്റിനകത്താണ് വരുന്നതെന്ന് ചോദിക്കുക. ഇപ്പൊ ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ഷവേഴ്സ് ടബ്സ് ആൻഡ് സിങ്സ് എന്ന് ചോദിച്ചിട്ട് അത് ഏത് കാറ്റഗറി ചെക്ക് ലിസ്റ്റിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഏതിലാണ് വരുന്നത്? പേഷ്യന്റ് ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയേഴ്സിലാണ് അത് വരുന്നത് അല്ലെ? ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ ചോദിച്ചെന്നിരിക്കാം. പിന്നെ പഠിക്കാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ ഡിസിൻഫെക്റ്റന്റ് ആണ്. പ്രോപ്പർട്ടീസില് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി നിങ്ങൾ കേട്ടോ. ബൈ ഹാർട്ട് ആർക്കൊന്നും വേണ്ട, അറിയാലോ ഒരു നല്ല അണുനാശിനിയുടെ അനുയോജ്യമായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് ഓർത്തിരുന്നാൽ മതി. കേട്ടാലും മനസ്സിലാവും, ക്വസ്റ്റ്യൻ കണ്ടാലും മനസ്സിലാവും കേട്ടോ. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇപ്പൊ എടുത്ത ഭാഗങ്ങളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഒരു ക്ലാസ്സും കൂടി ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് പിടിച്ച് തീർക്കാൻ കേട്ടോ. റിവിഷൻ തരാമല്ലോ, റിവിഷനൊക്കെ തരാം കേട്ടോ. ഓക്കെ, ആരെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പറയോ? ഒന്നുമില്ലല്ലോ, ഓക്കെ ആണോ? ഓക്കെ ആണ്, ഒന്ന് വൈൻഡപ്പ് ചെയ്തോട്ടെ ക്ലാസ്. ഓക്കെ, താങ്ക് യു സുഹൈന. താങ്ക് യു ഡിയേഴ്സ്. ഹാവ് എ നൈസ് ഡേ.